ജലചായത്തിന് ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ യു കനോട്ട് ഡു മച്ച് കറക്ഷൻസ്. അത് നമ്മുടെ ജീവിതം പോലെ തന്നെ. പക്ഷേ ആ തെറ്റ് പറ്റുന്ന അല്ലെങ്കിൽ വീഴ്ച പറ്റുന്നത് അത് കുറച്ചും കൂടി എഫേർട്ടും സ്നേഹവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭംഗിയുള്ള ഒരു മൂമെൻ്റ് ആക്കി പിന്നീട് എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ജലചായവും. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത് അത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഈസ് വാട്ട് യു സീ അറൗണ്ട്. ഓക്കെ, നേച്ചർ. അത് നമ്മൾ എത്ര ക്ലോസ്ലി വി ക്യാൻ ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, അത്രയ്ക്ക് നേച്ചർ നമ്മളെയും സപ്പോർട്ട് ചെയ്യും. ഹലോ ആൻഡ് വെൽക്കം ടു ഡീറ്റെയിൽ സ്റ്റോറീസ്. ഡീറ്റെയിൽ സ്റ്റോറീസിലെ ഇന്നത്തെ അതിഥി UAEയുടെ ചിത്രകലാ ലോകത്ത് ജലഛായാ ചിത്രങ്ങളെ ജനകീയമാക്കിയ കലാകാരിയാണ്. ഇൻ്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി IWS UAE ചാപ്റ്റർ ഹെഡാണ്. അതുപോലെ തന്നെ IWSൻ്റെ തന്നെ അറേബ്യൻ പ്രസിഡൻറ്റുമാണ്. നവാസ്കയ പലിത്ര എന്നുള്ള ആർട്ടിസ്റ്റിക് പെയിൻറ്റ്സിൻ്റെ UAEയിലെ ബ്രാൻഡ് അംബാസിഡറാണ്. ഒരുപാട് വിശേഷണങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥിക്ക്. മൃണ്മയി സെബാസ്റ്റ്യൻ. മാം, വെരി വാം വെൽക്കം ടു അവർ പ്രോഗ്രാം. ഇറ്റ്സ് മൈ പ്ലെഷർ ടു ബി ഹിയർ. മാം, ഈ ഒരു എന്താ പറയുക, ഫുൾ ടൈം ചിത്രകാരി എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നതിന് മുൻപേ ഒരുപാട് ഒരു കുവൈറ്റ് എയർവേസിലെ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്ത് വന്ന ഒരു ആളാണ്. ചിത്രകലയിലേക്ക് തിരിച്ചെത്തിയത് ഒരുപാട് നാളുകൾക്ക് ശേഷവുമാണ് അല്ലേ? ഇപ്പം ഫുൾ ടൈം ഒരു ആർട്ടിസ്റ്റാണ്. അതെ. എങ്ങനെയായിരുന്നു ഈ ഒരു പല ഫീൽഡ് മാറി 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 തിരിച്ചെങ്ങനെയാണ് ചിത്രകലയിലേക്ക് തന്നെ തിരിച്ചെത്തിയത്? ആക്ച്വലി കൊച്ചിലെ തന്നെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. അന്ന് പറഞ്ഞു തരാനായിട്ട് കൂടുതൽ ആൾക്കാർ ഇല്ലായിരുന്നു. അപ്പോൾ ബുക്കിൽ നോക്കി വരച്ച് തുടങ്ങിയതാണ്. അങ്ങനെ വരച്ച് പല സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പിന്നീട് അത് തന്നെ പഠിക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇറ്റ് വാസ് വെരി കൺസർവേറ്റീവ് എന്ന് പറയേണ്ടി വരും. ആർട്ട് മേഖലയിലേക്ക് പോകാനായിട്ട് അധികം പേര് എൻകറേജ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു. അവിടെയും കലാ വേദികളിലൊക്കെ നമുക്ക് കോമ്പറ്റീഷൻസ് ആയിക്കോട്ടെ, പോസ്റ്റർ മേക്കിംഗ് ആയിക്കോട്ടെ, കോളേജിലേക്കുള്ള എല്ലാ ഡിസൈനിങ് ഇതുമായിക്കോട്ടെ, അതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൂടുതൽ നല്ല ആർട്ടിസ്റ്റിനെയൊക്കെ പരിചയപ്പെട്ട് ആ ഒരു നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്നുവെച്ചാൽ ഒഫീഷ്യലി അല്ലാണ്ട് അൺഒഫീഷ്യലി പഠിക്കാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടിയത് കുവൈറ്റ് എയർവേസിലായിരുന്നു. അപ്പോൾ 10 വർഷം എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോയ ലൂക്കാസ് ഞാൻ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ഫിൻ്റെ വൺ ഓഫ് ദ ലീഡിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു ആ സമയത്ത്. ലൈക്ക് ഇൻ ഫ്ലൈറ്റ് ട്രെയിനിങ് ആയിരുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ഗ്രൂമിങ്. DLFലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കസ്റ്റമർ. സംഹൗ എനിക്ക് ആൾക്കാരായിട്ട് ജെല്ല് ചെയ്യാനും അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഐ വാസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ് ഫീൽഡ്. അത് ഏത് മേഖലയിൽ ജോലി ചെയ്താലും യു ആർ ഏബിൾ ടു ഡു യുവർ ബെസ്റ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിക്ക് വന്നു. ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഐ ടുക്ക് എ ബ്രേക്ക്. എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന ടൈമിലായിരുന്നു ഐ ടുക്ക് ദ ബ്രേക്ക്. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും എന്തൊക്കെ ഞാൻ മിസ് ചെയ്തിരുന്നോ അതൊക്കെ ആ ഓരോ ദിവസം ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ചെയ്ത് തുടങ്ങാനായിട്ട് നോക്കി. അപ്പോൾ എല്ലാ ദിവസവും പഠിച്ച് അതിലേക്ക് ജലചായത്തിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള അവസരം ഉണ്ടായി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഈ എവിടെ പോയാൽ പഠിക്കാൻ പറ്റും, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇൻ്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി എന്ന ഒരു അസോസിയേഷൻ കണ്ടിരുന്നു. പക്ഷേ UAEയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടില്ല. അപ്പം ഞാൻ വേറെ രാജ്യത്തിലെ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഡയറക്റ്റായിട്ട് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്കറിയാത്തതായിരിക്കും, പുള്ളി നേരിട്ട് പറഞ്ഞു തരും.
അപ്പോഴാണ് പുള്ളി ഈ UAE-നെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇങ്ങനെ ഇവിടെ വാട്ടർ കളർ പ്രസിഡന്റ് എന്ന് പോപ്പുലർ ആണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് he was based in ഹീസ് ബേസിക്കലി ഫ്രം ടർക്കി. Turkey. ആ ഈ ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി ശരിക്കും തുടങ്ങിയേക്കണത് ടർക്കിയിലാണ്. അവിടെ നിന്നിട്ടാണ് ഈ പല രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ഔട്ട് ആയത്. എന്താണെന്ന് വെച്ചാൽ ജലചായം എന്ന ഈ മീഡിയം ഈ വളരെ എന്താ ആൾക്കാർ മറന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. ബിക്കോസ് അക്രിലിക് ഓയിൽ അതിൻ്റെ പോപ്പുലാരിറ്റി കാരണം കൊണ്ട് ആൾക്കാർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും വലിയ വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും they wanted to impress people rather than the technical skills of it എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ജലചായത്തിൻ്റെ പോപ്പുലാരിറ്റി അങ്ങോട്ട് കുറഞ്ഞു ശരിക്കും. ബിക്കോസ് ജലചായത്തിന് ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ യു കനോട്ട് ഡു മച്ച് കറക്ഷൻസ്. അത് നമ്മുടെ ജീവിതം പോലെ തന്നെ. ഇറ്റ് ഈസ് വെരി സ്പോണ്ടേനിയസ്, വെരി ട്രാൻസ്പെറൻറ്റ്. ആൻഡ് നമ്മൾക്ക് ഒരിക്കൽ ഒരു ഒരു ചെറിയൊരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച പറ്റിയാൽ യു കനോട്ട് ഗോ ബാക്ക് ഓൺ ടൈം. അതേപോലെ തന്നെയാണ് വാട്ടർ കളറും. ഓക്കെ, പക്ഷേ ആ തെറ്റ് പറ്റുന്നത് അല്ലെങ്കിൽ വീഴ്ച പറ്റുന്നത് അത് കുറച്ചും കൂടി എഫേർട്ടും സ്നേഹവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭംഗിയുള്ള ഒരു മൊമെൻ്റ് ആക്കി പിന്നീട് എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ ജലചായവും. കുട്ടിക്കാലത്ത് വരച്ചു തുടങ്ങിയതാണല്ലോ, സെൽഫ് ടോട്ട് ആയിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ അന്ന് ഈ മീഡിയത്തിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടെക്നിക്സിനെ കുറിച്ചും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കളർ പെൻസിലിൽ വരച്ചു തുടങ്ങി, പിന്നെ പോസ്റ്റർ കളറായി, പിന്നെ കുറച്ച് അക്രിലിക്സ് ചെയ്ത് തുടങ്ങി, ചാർക്കോൾ, സോഫ്റ്റ് പേസിൽസ് എല്ലാനും കുറേച്ചൊക്കെ ചെയ്ത് തുടങ്ങി. ഏറ്റവും അവസാനമാണ് ഈ ജലചായത്തിലേക്ക് വന്നേക്കുന്നത്. പക്ഷേ കമ്പയർ ടു ഓൾ ദി അതർ മീഡിയംസ്, ജലചായം എന്ന് പറഞ്ഞാൽ എന്താ, വി കോൾ ഇറ്റ് ദ ഹാപ്പി അഡിക്ഷൻ. ഒരിക്കൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ ഇതിൻ്റെ ഭംഗിയും ആ ഒരു ഹീലിംഗ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ തെറാപ്യൂട്ടിക് ആണ്, വളരെ തെറാപ്യൂട്ടിക് ആണ്. അതെ, ഒരു പെയിന്റിങ് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നില്ല. നമ്മൾ ആ ജലചായം എടുത്തിട്ട് വെറുതെ ബ്രഷും വെള്ളവും കൂടി ചേർന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പെയിന്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വര വരച്ചാൽ ആ വരച്ച വര ആ വരച്ച സ്ഥലത്തുണ്ടാവും അല്ലേ. പക്ഷെ ഇവിടെ ജലമാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, കൂടുതൽ ജലം അതിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആക്കാം, ഡാർക്ക് ഷാർപ്പാക്കാം, പല പല രീതിയിലുള്ള ടെക്നിക്സ് വെച്ചിട്ട് വളരെ മനോഹരമാക്കാൻ പറ്റും. ഈ ഒരു ഫീല് വേറെ മറ്റ് മീഡിയത്തിൽ കിട്ടണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മീഡിയവും പരീക്ഷിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജലചായത്തിലേക്ക് ലാൻഡ് ചെയ്തത്. അതെ. ആരായിരുന്നു ഇൻസ്പിറേഷൻ? വേൾഡ് ക്ലാസ് പെയിന്റേഴ്സിൽ ആരായിരുന്നു ഇൻസ്പിറേഷൻ? എനിക്ക് ഫ്ലോറൽ ആർട്ടിസ്റ്റ് കുറേ പേരെ ഇഷ്ടമുണ്ടായിരുന്നു. ബ്രെൻഡ സെസ്വൻ, പിന്നെ അതേപോലെ തന്നെ അൽവാരോയുടെ ലാൻഡ്സ്കേപ്സ്, പിന്നെ ലൂയി പുള്ളി എന്ന് പറഞ്ഞ ചൈനീസ് ആർട്ടിസ്റ്റിൻ്റെ പോർട്രേറ്റ്സ്, കൺട്രി സീൻസ് വരയ്ക്കുന്ന ജോസഫ് ബുക്വിച്ച്, ഇയൻ സ്റ്റുവർട്ട്, ഇവരുടെയൊക്കെ പെയിൻറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇവരെല്ലാവരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനം എൻ്റെ ഫേവററ്റ് ആർട്ടിസ്റ്റ് അമിത് കപൂറിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. പുള്ളിക്കാരൻ ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റാണ്, മോസ്റ്റ്ലി സിറ്റിസ്കേപ്സ് ആയിരിക്കും. പക്ഷെ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കളേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യും, കുറേ വെള്ളവും ഉപയോഗിക്കും. പക്ഷേ വിത്ത് മിനിമൽ ഡീറ്റെയിൽസ് വളരെ മനോഹരമായിട്ടുള്ള സിറ്റിസ്കേപ്സ് ഒക്കെ ചിലപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഇറ്റ് ഡസൻ ഗോ ടു മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ഓവറോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ബൈ ദ യൂസേജ് ഓഫ് കളർ പാലറ്റ് ഓർ കളർ തിയറി എന്ന് തന്നെ പറയാം. ഈ നവാസ്കയ പാലസ്ട്രയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അതൊരു റഷ്യൻ കമ്പനി അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതെ അതെ, ഇത് ഏകദേശം ഒരു 100ഓളം വർഷം പഴക്കമുള്ള ഒരു ആർട്ടിസ്റ്റിക് പെയിന്റിന്റെ കമ്പനിയാണിത്. ഇതിപ്പോൾ റഷ്യയിലുള്ള പല മ്യൂസിയങ്ങളിലുള്ള പെയിന്റിങ്സും ഈ പെയിന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത് ആയിരിക്കും. അപ്പോൾ പല പല മീഡിയംസ് ഉണ്ട്, ദേവ് ഗോട്ട് എ ഹ്യൂജ് വെറൈറ്റി.
ഇവർ ഇവിടെ UAE ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പേപ്പർ വേൾഡിൽ പങ്കെടുത്തപ്പോഴാണ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അവർ മനസ്സിലാക്കിയത് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വാട്ടർ കളേഴ്സാണ്. ബിക്കോസ് അവരുടെ വാട്ടർ കളേഴ്സ് ആർ ലൈക്ക് ഓർഗാനിക് പെയിൻറ്റ്സ്. ഓക്കെ, പല രീതിയിലും ഉണ്ട്, പക്ഷെ ദേ വർ ലൈക്ക് റിയലി ബ്രില്യൻറ്റ്. അപ്പോൾ ആദ്യം അവർ എനിക്ക് ഉപയോഗിക്കാനായിട്ട് തന്നു. ഉപയോഗിച്ച് നോക്കിയപ്പോൾ പല ബ്രാൻഡ്സ് ഉപയോഗിച്ചതിനേക്കാളും ഇതിൻ്റെ കളേഴ്സ് ആർ ക്വൈറ്റ് വൈബ്രൻറ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതേ റിസൾട്ട് എൻ്റെ പെയിൻറ്റിങ്സിൽ കാണുമ്പോൾ പലരും ചോദിച്ചു, മൃണ്ണ ഏത് പെയിൻറ്റാണ് ഉപയോഗിക്കണത്, സെൻഡേഴ്സ് ദ ഡീറ്റെയിൽസ് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ദേ വാണ്ടഡ് ടു ലോഞ്ച് ദ ബ്രാൻഡ് ഹിയർ. അപ്പം ഇവിടെ UAE എഡ്യൂപ്ലാൻ ആയിരുന്നു നേരത്തെ എടുത്തിരുന്ന, അതിന് മുന്നേ എമിറേറ്റ്സ് ട്രേഡിംഗ് ആണ്. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഹോപ്പ്ഫുള്ളി വൺ ഓഫ് ദ ലീഡിങ് കമ്പനീസ് ഇത് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ദേ കൻ എസ്റ്റാബ്ലിഷ് ദിസ് ബ്യൂട്ടിഫുൾ ബ്രാൻഡ് ഹിയർ എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലാവട്ടെ പ്രൊഫഷണൽ ലൈഫിലാവട്ടെ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട് മാമിന്. പ്രതിസന്ധികളിൽ കൂടെ കുറേ പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു വന്നത്. പക്ഷെ ചിരിച്ച മുഖത്തോടുകൂടി എല്ലാം നേരിട്ട് ഇപ്പോൾ ശരിക്കും UAE ആർട്ട് സൊസൈറ്റിയിലെ ഒരു ലീഡിങ് ഫിഗറാണ്. ആ ഒരു എന്താ പറയുക, ഈ ചിരിച്ചോണ്ട് എങ്ങനെയാണ് ഇത് നേരിടാൻ പറ്റുന്നത് എല്ലാ പ്രതിസന്ധികളെയും? എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, അവരെന്നെ ചീത്ത പറഞ്ഞാൽ, അവരെന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ എനിക്കത് വിഷമം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കോളേജിൽ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, എൻ്റെ ചില ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ വിച്ച് ഐ വാസ് നോട്ട് അവെയർ ഓഫ്, ഈ ഭയങ്കര വിഷമം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഫാത്തിമ ക്രോസ് എന്ന് പറയുന്ന മാം. അപ്പോൾ മാമിൻ്റെ അടുത്ത് വിഷമത്തോടു കൂടി പറഞ്ഞു, എന്നാലും മാം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പം മാം ചിരിച്ച മുഖത്തോടു കൂടി പറഞ്ഞു, ആക്ച്വലി മൃണ്മയി എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് വെച്ചാൽ മൃണ്മയിനെ കുറിച്ച് സംസാരിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, അവർക്കില്ലാത്ത എന്തൊക്കെയോ മൃണ്മയ്ക്ക് ഉള്ളത് കൊണ്ടല്ല അവരങ്ങനെ പറയണത്. സോ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത്. സോ ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു, അത് നമുക്കറിയാം നമ്മളെക്കുറിച്ച് അത് ശരിയാണോ ഇല്ലേ, അത് എത്രത്തോളം ഉൾക്കൊള്ളണം എന്നുള്ളത് അത് നമുക്ക് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതും അത് നമ്മളെ പുറത്താണ് ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ട് ഓക്കെ മേ ബി ഐ നീഡ് ടു വർക്ക് ഓൺ ദിസ്, പോസിറ്റീവ് രീതിയിൽ കുറച്ചും കൂടി നന്നായിട്ട് അടുത്ത പ്രാവശ്യം പെർഫോം ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അതല്ല ഓക്കെ ഇത് എന്നെക്കുറിച്ച് പറയണത് ശരിയല്ല, ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ സന്തോഷമാണ് അവരുടെ വീഴ്ച. അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത് അത് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഒരു കടമയാണ്. അത് ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. ആലുവ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നില്ലേ മാം പഠിച്ചത്? അതെ അതെ. അപ്പം ആ സമയത്ത് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ജലഛായാചിത്രങ്ങളായിരുന്നു, ഏത് മീഡിയം ആയിരുന്നു അപ്പോൾ യൂസ് ചെയ്തിരുന്നു? അക്കാലത്ത് എനിക്ക് ജലഛായവും പോസ്റ്റർ കളേഴ്സിൻ്റെ വ്യത്യാസം അറിയില്ലായിരുന്നു. അപ്പം പോസ്റ്റർ കളേഴ്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ജലഛായത്തിൽ പോയി പോസ്റ്റർ കളേഴ്സ് ഉപയോഗിച്ച് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോസ്റ്റർ ഡിസൈനിങ്ങിനൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓയിൽ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ഐ കുഡൻ ഡു മച്ച് ജസ്റ്റിസ്. എൻ്റെ മെയിൻ ഇത് അക്രിലിക്കും പോസ്റ്റർ കളേഴ്സ് ആയിരുന്നു അക്കാലത്ത്. പിന്നെ എപ്പോഴാണ് അത് മാറിയത്? മാറിയത് ദുബായിക്ക് വന്നിട്ടാണ്. ഇവിടെ വന്നിട്ട് 2012 വന്ന്. അപ്പോൾ 3 years ഐ ടുക്ക് എ ബ്രേക്ക്. അത് കഴിഞ്ഞ് 2015 ഞാൻ ജോലിക്ക് കയറിയത് കാർട്ടൂൺ ആർട്ട് ഗാലറി എന്ന ഗാലറിയുടെ മാനേജറായിട്ട്. അപ്പോൾ ആ കിട്ടിയ ബ്രേക്കിൽ നല്ലോണം എനിക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ മീഡിയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതിന് കാരണമുണ്ട്. നമ്മൾ ദുബായിക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അക്കോമഡേഷൻ ലിമിറ്റഡ് സ്പേസ്, നമ്മുടെ നാട്ടിലെ പോലെ വിശാലമായിട്ടുള്ള സ്പേസൊന്നും ഇല്ല. അപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ്, നമ്മൾ വലിയ വലിയ ക്യാൻവാസിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടാകില്ല. ദാറ്റ്സ് വൺ തിങ്. സ്പേസ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ പിന്നെ അടുത്ത എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതേപോലെ ആർട്ട് സപ്ലൈ ഷോപ്സിൽ പോയപ്പോൾ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്, എ ലോട്ട് ഓഫ് സ്റ്റാഫ്. നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് സാധനം മേടിക്കണമെന്ന് വെച്ചാൽ നല്ല വില കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബിക്കോസ് ഓഫ് സംതിങ് ഐ കോംപ്രമൈസ്ഡ്. ഞാൻ ഈ ജലഛായം എടുത്ത് ട്രൈ ചെയ്തു. ഓക്കെ,
ചെറിയ ചെറിയ വർക്ക്സ് ട്രൈ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു മീഡിയം. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്. ഓക്കെ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇതേപോലെ ലൈക്ക് either പേസ്റ്റൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റേഴ്സ്, മ്യൂറൽ ആർട്ടിസ്റ്റ്, അങ്ങനെ പല മേഖലയിൽ എക്സൽ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ജലചായം എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ്സാണ്. ദോസ് ഹു ഡു ഇറ്റ് ഡെഡിക്കേറ്റഡ്ലി ഒരിക്കൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റത് വെഞ്ചർ ചെയ്യാനായിട്ട് മെനക്കേടാണെന്ന് വിചാരിക്കും. ബിക്കോസ് ഒരു ചെറിയ ഒരു പാലറ്റ്, ഒരു വാട്ടർ ബ്രഷ്, ഒരു ചെറിയൊരു സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ നമുക്ക് മനോഹരമായിട്ട് കാണുന്ന എന്തും നമുക്ക് അപ്പം തന്നെ ക്യാപ്ചർ ചെയ്യാം. ഇത് പെട്ടെന്ന് നമ്മൾ ഉണങ്ങുകയും ചെയ്യും. യു ക്യാൻ ക്യാരി ഇറ്റ് ഇൻ എ സ്മോൾ ലിറ്റിൽ ഹാൻഡ് ബാഗ് ആൻഡ് വാക്ക് അറൗണ്ട്. ഇത് പിന്നീട് ചെറിയ സ്കെച്ചസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിന് മണമില്ല, അതേപോലെ പെട്ടെന്ന് ഉണങ്ങും, വേഗം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കുറേ എന്നുവെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ഫ്യൂ അവേഴ്സ് ഓർ മേ ബി ഫ്യൂ മിനിറ്റ്സ് യു ക്യാൻ സീ എ ഫിനിഷ് പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം ഇസ് ലൈക്ക് പെട്ടെന്നാണ് കിട്ടുന്നത്. ഓക്കെ, മറ്റതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ആണെങ്കിൽ കുറേ ലെയറിങ്, ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ഒരു ഫിനിഷ് പെയിൻറ്റിങ് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ സ്മെല്ല്, ചെറിയ സ്പേസ് ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റോർ അത് ഉണങ്ങാത്തത് കൊണ്ട് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല ചാലഞ്ചസ് ഉണ്ടാകും. നമ്മൾ യു എയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് സസ്റ്റൈനബിലിറ്റി, അല്ലേ? എക്സാക്ട്ലി. യു എ ഇയർ ഓഫ് സസ്റ്റൈനബിലിറ്റി സെലിബ്രേറ്റ് ചെയ്ത ഒരു രാജ്യമാണ്. ലോകത്ത് വേറെ എവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മീഡിയം കൂടിയാണെന്ന് മാം പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് അത് സസ്റ്റൈനബിൾ ആവുക വാട്ടർ കളേഴ്സ്? ഓക്കെ, ഒന്ന് സസ്റ്റൈനബിൾ ആകുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദേ ആർ ലൈക്ക് ഈക്കോ ഫ്രണ്ട്ലി. ഇപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എന്താണ് സോയിലിനോ എൻവയറമെൻറ്റിനോ വേറെ ഡാമേജ് വരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അതും ജലചായത്തിൽ നമുക്ക് ചെറിയ അമൗണ്ട് ഓഫ് പെയിൻറ്റ് മതി ഒത്തിരി അധികം പെയിൻറ്റിങ്സ് ഉണ്ടാക്കാനായിട്ട്. ബാക്കിയുള്ള പെയിൻറ്റിങ്സ് പോലെ കുറേ സാധനങ്ങളുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ കുറച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാഡ്മിയം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നോട്ട്, ഇറ്റ്സ് എ ടോക്സിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചാൽ പോലും ഇറ്റ് ഈസ് ഇൻ വെരി വെരി മിനിമൽ അമൗണ്ട് കമ്പയർഡ് ടു അക്രിലിക് മീഡിയം ആണെങ്കിൽ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈവൻ നമ്മൾ വേസ്റ്റ് ഈ വാഷ് ചെയ്തിട്ട് വെള്ളം ഡിസ്പോസ് ചെയ്യില്ലേ, ഡിസ്പോസ് ചെയ്യണത് ഈവൻ ഇഫ് ഇറ്റ് ഗോസ് ടു ദ സോയിൽ, അത് വളരെ ചുരുങ്ങിയ അമൗണ്ട് ആയതുകൊണ്ട് അത് ഇറ്റ് ഇസ് നോട്ട് കോസിങ് എനി അമൗണ്ട് ഓഫ് സീരിയസ് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി സേ ദിസ് ഇസ് എ ഈക്കോ ഫ്രണ്ട്ലി ആർട്ട് മീഡിയം എന്നുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്നൊരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. മൃണ്മയി എന്നുള്ള പേരിന്റെ പിന്നിലുള്ള രഹസ്യം ശരിക്കും ഓർഗാനിക് എന്നുള്ള, അല്ലേ? മണ്ണിൽ നിന്നാണ് എന്നുള്ളത്. അതെ, എന്താ ആ പേരിന്റെ പിന്നിൽ ആരാ പേരിട്ടത്? എൻ്റെ ഫാദറാണ്. എൻ്റെ ഫാദർ വളരെ യുണീക്കായിട്ടുള്ള പേര് അന്വേഷിച്ച് അപ്പോഴാണ് പണ്ടെങ്ങോ വായിച്ച ഒരു നോവലിൽ ഇത് മൃണാളിനി എന്നുള്ളൊരു പേര് കണ്ടായിരുന്നു. അപ്പം മോള് ജനിച്ചത് May 31. അപ്പോൾ മൃണാളിനിയുടെ മൃണ്ണും മെയിൽ ജനിച്ചത് കൊണ്ട് മേങ് രണ്ടും കൂടി ചേർത്തിട്ടാണ് മൃണ്മയ് എന്ന് പേരിട്ടേക്കുന്നത്. ഓക്കെ, മാമിൻ്റെ വർക്ക്സ് നോക്കുകയാണെങ്കിലും കൂടുതലും നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള തീംസും ഒക്കെ തന്നെയാണ്. അതെ, അത് ഈ മരുഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോൾ കുറച്ച് കളേഴ്സ് ക്യാൻവാസിലേക്ക് ഇതാക്കിയതാണ്. എങ്ങനെയാണ് ശരിക്കും ഇത്? ശരിക്കും ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് മൊത്തം ചെന്നൈയിലാണ്. അപ്പം ചെന്നൈയിൽ കൂടുതലും ഡ്രൈ ഏരിയാസ് ആണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പം നാട്ടിൽ വരുമ്പോൾ വലിയൊരു ആശ്വാസമാണ്, ഭയങ്കര ഒരു തെറപ്യൂട്ടിക് ആണ് ഈ പുഴകളും മലകളും പച്ചപ്പും ഒക്കെ കാണുന്നത്. ആൻഡ് കൊച്ചിയിലെ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഇറ്റ് യൂസ് ടു റിയലി ഇൻസ്പയർ മീ. ഓക്കെ,
അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു ആഗ്രഹമായിരുന്നു ടു ലിവ് ഇൻ ക്ലോസ് ഹാർമണി വിത്ത് നേച്ചർ. എൻ്റെ സ്വപ്നത്തിലാണെങ്കിലും വലിയൊരു ഫ്ലാറ്റ്, വലിയൊരു സിറ്റിയിൽ അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയ ഒരു ഹിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു കൺട്രി സൈഡിലോ ഒരു കൊച്ചു കോട്ടേജ്, കുറേ പൂക്കളൊക്കെ ഇട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹവും സ്വപ്നവും എന്നും മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ ആയിരിക്കും നമ്മൾ ക്യാൻവാസിൽ പകർത്തുന്നത്. വാൻഗോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. എക്സാക്ട്ലി. അല്ലേ? എല്ലാ വലിയ ആർട്ടിസ്റ്റിന്റെ ഇൻസ്പിറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ചുറ്റും കാണുന്ന നേച്ചർ തന്നെയാണ്. ഇപ്പം ശാലിനിയുടെ ടോപ്പ് നോക്കിക്കോ, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ബിക്കോസ് ഇറ്റ്സ് സോ കളർഫുൾ, വൈബ്രന്റ്. യാ, ഇപ്പൊ കൊച്ചു പിള്ളേരെടുത്തോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിൽസ് അല്ലെങ്കിൽ കളേഴ്സ് ഒരു സൈഡിലുണ്ട്, ഒരു ടേബിളിൽ കുറേ കളേഴ്സ് ഉണ്ട്. കുട്ടികൾ ഏത് പോയി എടുക്കും? കളേഴ്സ് എടുക്കുള്ളൂ. ഓക്കെ, ബട്ട് വേർ ഡു യു സീ ദ കളേഴ്സ്? യു ലുക്ക് അറൗണ്ട് യു, അല്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഈസ് വാട്ട് യു സീ അറൗണ്ട്. ഓക്കെ, നേച്ചർ. അത് നമ്മൾ എത്ര ക്ലോസ്ലി വി ക്യാൻ ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, അത്രയ്ക്ക് നേച്ചർ നമ്മളെയും സപ്പോർട്ട് ചെയ്യും. എത്ര ശരിക്കും എന്നും വരയ്ക്കുന്ന ഒരു പ്രോസസ്സാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കാറുണ്ട്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വരയ്ക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എത്ര തന്നെ നല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും വി വിൽ ലൂസ് ആ സ്കിൽ. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂറും 2 മണിക്കൂറും മാറ്റിവെക്കാൻ ഉണ്ടാകില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊച്ച് സ്കെച്ച് ബുക്സ് എങ്കിലും എപ്പോഴും വച്ചേക്കും. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്കെച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ യു ക്യാൻ ഗിവ് എ കളർ വാഷ്, അങ്ങനെയും ചെയ്യും. അപ്പോൾ ഒരു പ്രോപ്പർ പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ വേണ്ടി വരും വാട്ടർ കളറിൽ. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള 2-3 കളേഴ്സ് വെറുതെ ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി ചിലപ്പോൾ ഒരു 10-15 മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ഫ്ലോറൽ. ഇറ്റ് ടോട്ടലി ഡിപ്പെൻസ് ഏത് സബ്ജക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം നേച്ചർ എന്നുള്ളതാണെങ്കിൽ മാം എങ്ങനെ മനസ്സിൽ നിന്ന് വരയ്ക്കുമോ, എന്താ ചെയ്യാറ്? റിയാലിറ്റി ആൻഡ് ഫാന്റസി മിക്സ്ഡ് ആയിട്ടുള്ള വർക്ക്സും ഞാൻ കണ്ടു മാമിൻ്റെ, രണ്ടും കൂടി കലർന്ന ചിത്രങ്ങളുണ്ട്. അപ്പം നേച്ചറിൽ നിന്നുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് എങ്ങനെയാ, അത് മനസ്സിൽ നിന്നാണോ വരയ്ക്കുക പ്രോസസ്? ചിലത് നമ്മൾ കുറേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർക്കിഡ്സ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ കുറേ ഓർക്കിഡ്സ് നമ്മൾ കാണും, ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും വീട്ടിലുള്ളതാണെങ്കിലും കണ്ടിട്ട്, ബിക്കോസ് നമ്മൾ എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ബിക്കോസ് നമ്മൾ വി നീഡ് ടു ഒബ്സർവ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പം അതേ പിന്നെ നമ്മൾ ചില സമയത്ത് യു ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഡീറ്റെയിൽസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഈവനിങ്, കളർഫുൾ ഈവനിങ്, സൺസെറ്റ്, ഇതിനൊക്കെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് പ്ലേ വിത്ത് കളേഴ്സ് ആൻഡ് യു ക്യാൻ ഗെറ്റ് നല്ലൊരു പെയിൻറ്റിങ് കിട്ടാൻ പറ്റും. അപ്പോൾ എപ്പോഴും നോക്കി തന്നെ വേണം എന്നല്ല, പക്ഷേ ഡെഫിനറ്റ്ലി നോക്കി വരയ്ക്കാനും പറ്റണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ UAE പ്ലെയിൻ എയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു 2015. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷൻസ് പോകും, ചിലപ്പോൾ മെട്രോ സ്റ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ പാർക്കായിരിക്കും, അങ്ങനെ പല പല ലൊക്കേഷൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരേ ലൊക്കേഷൻ തന്നെ പല ആംഗിളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് ക്യാപ്ചർ ചെയ്യും. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാണുന്നത്. എക്സാക്ട്ലി. മൊത്തത്തിൽ നോക്കുമ്പോൾ വി ഹാവ് എ കളക്ഷൻ ഓഫ് പെയിന്റിംഗ് ഓഫ് ദ സെയിം സ്പോട്ട്. പലരുടെ സ്റ്റൈലുകൾ വ്യത്യാസമായിരിക്കും, കളർ പാലറ്റ് വ്യത്യാസമായിരിക്കും, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവനവൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഇപ്പോൾ പേഴ്സൺ ലൈക്ക് മീ ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടായിരിക്കും. അപ്പോൾ വേറെ ഒരു ആൾ വളരെ സട്ടിൽ ആൻഡ് സോബർ ആയിട്ടുള്ള ആളാണെങ്കിൽ പുള്ളിയുടെ കളർ പാലറ്റ് അതുപോലെ ആയിരിക്കും. UAE ആർട്ട് കമ്മ്യൂണിറ്റിയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ് മാം. ഇപ്പോൾ IWSൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടി ഒന്ന് പറയൂ. തീർച്ചയായും. ഞങ്ങൾ 2015 ഇവിടെ ശരിക്കും തുടങ്ങിയത്. പ്രസിഡൻറ്റ് മിസ്റ്റർ ആത്തനൂർ ദോഗൻ തന്നെ ഇവിടെ UAE വന്ന് ഇനോഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ടു സ്റ്റാർട്ട് ഓഫ് നമ്മൾ മാസ്റ്റർ ക്ലാസ്സസ് വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും മാസ്റ്റേഴ്സ് പുറത്ത് നിന്ന് വന്ന് ഇവിടെ
ഇവിടെ ഉള്ള ആർട്ടിസ്റ്റിന് അവരുടേതായ രീതികൾ, അവരുടേതായ ടിപ്സുകൾ നമ്മുടെ ആർട്ടിസ്റ്റിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മാസ്റ്റർ ക്ലാസ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ ഒത്തിരി പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺസ്റ്റാൻറ്റിൻ, അതേപോലെ അൽവാരോ, നാദർ, അങ്ങനെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ്. ട്രെവർ ഇസ് വൺ ഓഫ് ദ റീസെൻറ്റ്, ട്രെവർ വോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്ലെയിനെയർ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലൊക്കേഷൻസിൽ പോയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. അപ്പം പ്ലെയിനെയർ ചെയ്യുമ്പോൾ അത് ആർട്ടിസ്റ്റിനും നല്ലതാണ്, കമ്മ്യൂണിറ്റിക്കും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പലരും ദേ വാണ്ടഡ് ടു ട്രൈ. ഇതിൽ ജലഛായത്തിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട് ഇത് കണ്ടിട്ട്, ഓ എനിക്കും അതുപോലെ ഒന്ന് ചെയ്താൽ കൊള്ളാം. ആൻഡ് ഇറ്റ് വാസ് എ ഫ്രീ ആക്ടിവിറ്റി. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് വാട്ടർ കളർ മീറ്റപ്സ് നമ്മൾ നടത്താറുണ്ട്. ഏകദേശം 5 വർഷത്തിൽ കൂടുതൽ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ കൂടുതലും പങ്കെടുക്കുന്നത് ലേഡീസാണ്. അത് വീക്ക് ഡേയ്സ് ആണ് നമ്മൾ നടത്താറുള്ളത്. ഒന്നില്ലെങ്കിൽ കഫേസ്, അല്ലെങ്കിൽ കോഫി ഗാലറീസിൽ, സ്റ്റുഡിയോസിൽ, അല്ലെങ്കിൽ മോളിൽ വെച്ച് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ വി ഗിവ് ദ ഓപ്പർച്യൂണിറ്റി നോട്ട് ജസ്റ്റ് ടു പെയിൻറ്റ്. പക്ഷേ ഈ ലേഡീസ് പലരും വീട്ടിൽ ഇങ്ങനെ ബോർഡായിട്ട് എന്ത് ചെയ്യണം, ചിലർ വിഷമിച്ചിരിക്കും. ഒന്ന് വെൻറ്റ് ഔട്ട് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രീ മീറ്റപ്സ് കൊടുക്കാറുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബ്രിൻമയി സെബാസ്റ്റ്യനുമായുള്ള നമ്മുടെ കോൺവെർസേഷൻ തുടരും.